ഹലോ ഫ്രണ്ട്സ്, ഇതാണ് വോയിസ് ചാനൽ. നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ സീസൺ 2-ലാണെങ്കിൽ എപ്പിസോഡ് നമ്പർ 6ഉം 7ഉമാണ്. പാർട്സ് അല്ല, ഒറ്റ ഇതായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു എപ്പിസോഡിൻ്റെ പേരാണ് ടൂർണമെൻറ്റ് ബെഗിൻസ് ബൊറൂട്ടോ വേഴ്സസ് ഷിക്കഡായി. എപ്പിസോഡിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 58ഉം 59ഉമാണ്. അപ്പോൾ നേരെ എപ്പിസോഡിലേക്ക് പോവാം. രണ്ടാമത്തെ ഡിസ്ക്ലൈമർ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ബൊറൂട്ടോ കണ്ടിട്ടുള്ള എത്ര പേര് ഈ എപ്പിസോഡ്സ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പേഴ്സണലി ഞാൻ അങ്ങനെ അധികം റിപ്പീറ്റ് അടിച്ച് കാണാത്ത എപ്പിസോഡ്സുകളിൽ കുറച്ചാണ് ഈ 3-4 എപ്പിസോഡ്സ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഈ സമയത്ത് ഡയലോഗ്സ് ആ സാധനമൊന്നും ഇഷ്ടമാകത്തില്ല. അപ്പോഴത്തേക്ക് അതിന് ഞാൻ പേഴ്സണലി എൻ്റേതായിട്ടുള്ള സംഭവം സംസാരിക്കും. സോ നിങ്ങളത് പേഴ്സണലി എടുക്കരുത്. നിങ്ങളുടെ പേഴ്സണലായിട്ട് പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സിന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുക ഗോയ്സ്. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യം. പിന്നെ നിങ്ങളത് പേഴ്സണലി എനിക്ക് ആ ക്യാരക്ടറിന് ഇഷ്ടമല്ലെന്നൊന്നും വിചാരിക്കില്ല. ജസ്റ്റ് ഈ എപ്പിസോഡിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നീട് ടീം കൊനഹമാറു മോഗി എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ കളിച്ചാൽ മതി എന്ന രീതിയിൽ. അതായത് 3rd റൗണ്ട് ഓഫ് ചുനീൻ എക്സാമാണ് നടക്കാൻ പോകുന്നത്. 5 കാഗ്യമാരും പ്രസൻ്റ് ആണ്. എല്ലാവരുടെ അറ്റൻഡൻസ് എടുക്കുന്നതുകൊണ്ട് എല്ലാ പാർട്ടിസിപ്പൻസും വന്നിട്ടുണ്ട്. റോക്ലിയാണ് നമ്മുടെ റൗണ്ട് പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ആദ്യത്തെ മാച്ച് നമ്മളുടെ ബൊറൂട്ടോയ്ക്കും യൂറിക്കുമാണ്. അപ്പോഴത്തേക്കും ഇവിടെ ഷിൻകി ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ പോയിരിക്കും. എല്ലാവർക്കും റെസ്റ്റിംഗ് റൂം വെച്ചിട്ടുണ്ട്, അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ബൊറൂട്ടോയ്ക്കും ഷിൻകിക്കുമുള്ള ആദ്യത്തെ മാച്ച് അനൗൺസ് ചെയ്യാണ്. അതായത് നമ്മുടെ കൊനോഹമാറുവിൻ്റെ ടീമായി നിന്നും ബൊറൂട്ടോയും നമ്മളുടെ യൂറിയും. അപ്പോഴത്തേക്കും ഇതിൽ ആര് ജയിക്കും എന്ന് നോക്കാം. അപ്പോഴത്തേക്കും യൂറി ആണെങ്കിൽ ആദ്യം തന്നെ ഇവർ ഡയറക്റ്റ് അറ്റാക്കാണ് കേട്ടോ. അത് ക്ലോസ് റേഞ്ച് അറ്റാക്കാണ്. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് സോഡ് യൂസ് ചെയ്താണ് യൂറി അറ്റാക്ക് ചെയ്യുന്നത്. ബൊറൂട്ടോയും നമ്മുടെ ക്യുനായി യൂസ് ചെയ്താണ് നിൽക്കുന്നത്. ബൊറൂട്ടോ എപ്പോഴത്തെയും കോമൺ വെപ്പൺ ക്യുനായാണ്. സോഡ് അങ്ങനെ ബൊറൂട്ടോ യൂസ് ചെയ്യാറില്ല ഇപ്പം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ക്യുനായി വെച്ച് തന്നെ നിൽക്കുകയാണ്. യൂറി ഒരു ബബിൾ ഗം പതക്കിയാലെ പെരുപ്പിക്കുകയാണ്. ബൊറൂട്ടോ ക്യുനായി ചിട്ടപ്പേന്ന് കുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ അതൊരു ബോംബായിരുന്നു. അത് ബ്ലാസ്റ്റ് ചെയ്യാണ്. അതും വെറും ബോംബല്ല, സ്മോക്ക് ബോംബ്. അതും കളർ സ്മോക്ക് ബോംബ്. പല കളറുണ്ട്. ബ്ലൂ ആണിപ്പോൾ പൊട്ടുന്നത്. ഇനി പല കളർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എല്ലാத்தைയും തൊട്ടാലും പല കളറായിട്ട് ഇങ്ങനെ മാലപ്പടക്കാണ് ഹോളി ആഘോഷിക്കുന്നത്. നമുക്ക് പൊട്ടും. ബൊറൂട്ടോയ്ക്ക് അടിപൊളിയായിട്ട് ഇവൻ ഈ ബബിൾ ഗം യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മാച്ച് ജയിക്കായിരുന്നു. കാരണം ബൊറൂട്ടോയുടെ ആ ഒരു സ്ട്രെങ്ത് ക്ലോസ് റേഞ്ചും അവൻ്റെ വീക്ക്നെസ് ക്ലോസ് റേഞ്ചുമാണ്. അപ്പോഴത്തേക്കും ഉറപ്പായിട്ടും ജയിച്ചേ. പക്ഷേ ഈ ബബിൾ ഗം വന്നതോടെ ക്ലോസ് റേഞ്ച് അറ്റാക്ക് അങ്ങ് മാറിക്കണം. അവൻ്റെ അടുത്തെത്താൻ തന്നെ ഭയങ്കര പണിയോടും. അപ്പോഴത്തേക്കും ഇനി എന്തെങ്കിലും ഷുറിങ്കനോ ക്യുനായൊക്കെ കറക്റ്റ് നോക്കി അറിയണം. അപ്പോൾ സാസ്കി പഠിപ്പിച്ച് കൊടുത്താൽ മെത്തേഡ് ഇറക്കിയാൽ പറ്റും. അപ്പോഴത്തേക്കും ഇവിടെ കാണിക്കുകയാണ് നമ്മളെ ഷിൻകിയുടെ ടീമിനെ കാണിക്കുകയാണ്. ഷിൻകി പറയാണ് ഈ ബൊറൂട്ടോയൊക്കെ പക്ക വേസ്റ്റാണ്, അവനോടൊന്നും ഫൈറ്റ് വെച്ചൊരു കാര്യമില്ലെന്ന രീതിയിൽ. കൊച്ചു പയ്യനാണ് അവനൊക്കെ എന്തിനാണ്, ഒന്നുമില്ല, വെറും വീക്ക് പയ്യനാണ്. അതിലേറ്റവും സ്ട്രോങ് ആ 3 പേരിൽ ഏറ്റവും വീക്ക് ബൊറൂട്ടോയാണ്. അവന് വല്ല സ്ട്രെങ്ത് ഉണ്ടോ എന്ന രീതിയിലാണ് ഷിൻകി ചോദിക്കുന്നത്. അത് മാത്രമല്ല മിറ്റ്സുഗി ഭയങ്കര സ്ട്രോങ് ആണ്. ഷിൻകി പറയുന്നുണ്ട് എനിക്ക് മിറ്റ്സുഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ടൊറോയ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും മിറ്റ്സുഗിയുടെ കൂടെ ജയിക്കുമെന്ന്. ഷിൻകി പറയുന്നുണ്ട് ഒരിക്കലുമില്ല, മിറ്റ്സുഗിയും സാറാഡയും ജയിക്കാൻ ഭയങ്കര പാടാണ്. ബൊറൂട്ടോനെ ഈസി ആയിട്ട് ജയിച്ചിട്ട് വരാമെന്ന്. അപ്പോഴത്തേക്കും അവിടെയും നമ്മൾ യോഡോ പറയുന്നുണ്ട്, അതായത് ബൊറൂട്ടോ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ നീ ഷിൻകി ബൊറൂട്ടോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതാണോ? എനിക്ക് താല്പര്യമില്ല, അവനൊക്കെ വീക്കാണ്, അവനൊക്കെ അങ്ങ് ഫൈനൽ റൗണ്ട് എത്തും, ഞാൻ എന്തായാലും എത്തും എന്ന രീതിയിൽ പറയണം. അപ്പോൾ നമ്മൾ ബൊറൂട്ടോനെ കാണിക്കുന്നത് ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി ഇവൻ്റെ അടുത്ത് അങ്ങനെ എങ്ങനെയൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സോ ബൊറൂട്ടോ ഷൂറിംഗൻ എടുക്കാൻ തീരുമാനിച്ചേക്കാണ്. ഷൂറിംഗൻ എടുത്തിട്ട് കറക്റ്റ് ടാർഗറ്റ് അടിച്ചാൽ അവൻ ബലൂൺ പെരുപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചാൽ പൊട്ടും, അല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ളത് അടിച്ചാൽ അവൻ തോക്കും, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അടിച്ച് പൊട്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുക. പക്ഷേ അവനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഷിൻകി പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബൊറൂട്ടോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് വീക്കായിട്ടുള്ളതാണ്. അവൻ്റെ ടീമിനെ നല്ല കൊനോഹയിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആൾ അവനായിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഷുറിങ്കൻ എടുത്ത് വീശുന്നുണ്ട്. അത് പോയി തട്ടി യൂറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരെണ്ണത്തിൽ വീണ് പൊട്ടുന്നുണ്ട്. പക്ഷേ അത് ടാർഗറ്റ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അതൊത്തിരി ടൈം ലാഗ് ഉണ്ടായിരുന്നു. ബൊറൂട്ടോ പക്ഷേ ഇപ്രാവശ്യവും കുറച്ചുകൂടെ ഇതിൽ അയക്കുന്നുണ്ട്. അത് ടാർഗറ്റ് കറക്റ്റ് അല്ലായിരുന്നു, ടൈം ലാഗ് ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ഒന്ന് ശരിയാവുമ്പോൾ ഒന്ന് ശരിയാവില്ല. കാരണം പ്രാക്ടീസ് അധികം അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. കോട്ടിൽ നിന്നും ഒരു ക്യാപ്സ്യൂൾ എടുക്കുകയാണ്. അത് വെച്ച് ഷുറിങ്കൻ്റെ ക്ലോൺ ഉണ്ടാക്കി അത് എറിയാണ്. അപ്പോഴത്തേക്കും അത് യൂറി പൊരിപ്പിച്ചുകൊണ്ടിരുന്നതിൽ ചെന്ന് പെടുകയാണ്. ടൈമിങ് ശരിയായി, ടാർഗറ്റ് ശരിയായി. കാരണം അത് പതുക്കെ പോയിട്ട് കറക്റ്റ് വളഞ്ഞു തിരിഞ്ഞ് പോവുകയാണ്. കാരണം അതിന് ടാർഗറ്റ് എവിടെ ആയാലും അത് പോയി കൊള്ളും. കാരണം അത് റോബോട്ട് പോലെയാണ്. റോബോട്ട് പോലെയാണ്.
അഗെയിൻ കം ബാക്ക് ടു ദ പോയിന്റ്. ബൊറൂട്ടോ അങ്ങനെ ജയിക്കുന്നുണ്ട്, നമ്മളുടെ യൂറി തോക്കുന്നുണ്ട്. ആഹ്ലാദിക്കും അർമാദിക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, കാരണം ഇത് 3rd റൗണ്ടാണ്, ഫൈനൽസ് അല്ല. പിന്നെ ബൊറൂട്ടോ കോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബൊറൂട്ടോനെ കുറ്റം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൊറൂട്ടോ ഉപയോഗിക്കട്ടെ എന്നേ. കാരണം ആരും ബൊറൂട്ടോയ്ക്ക് ട്രെയിനിങ് കൊടുത്തിട്ടില്ല അങ്ങനത്തെ രീതിയിൽ. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ട്രെയിനിങ് അവർ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ട്. ഹിനാറ്റയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹിനാറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്യാനായിട്ട് ബ്യാക്കുഗൻ വേണം. സോ ഞാനൊന്നും പറയത്തില്ല ബൊറൂട്ടോനെ. കീപ് ഗോയിങ് ബോയ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിങ്കിനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ എങ്ങനെയോ തട്ടി ജയിച്ചു എന്ന രീതിയാണ് ഷിങ്കി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ കൊനോഹ ടീമാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇത്ര അടിപൊളിയായിട്ട് ഷുറിങ്കൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും നമ്മളുടെ സറാഡയ്ക്ക് സംശയം, ഷുറിങ്കൻ അങ്ങനെ വളയ്ക്കാൻ പറ്റുമോ, അത്രയും നല്ല രീതിയിൽ ബെൻഡ് ചെയ്യാൻ പറ്റുമോ, എന്നാലും ഡാഡയ്ക്ക് അത് പറ്റുമോ എന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ സറാഡ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. എന്നാലും സറാഡ വിശ്വസിക്കുകയാണ് ബൊറൂട്ടോ നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, അപ്പോൾ പറ്റുമായിരിക്കും, സാസുക്കിക്കും പറ്റുമായിരിക്കും എന്ന രീതിയിൽ. അങ്ങനെ ബൊറൂട്ടോ ജയിക്കുകയാണ്. ഹിമവാരി ഭയങ്കര സന്തോഷം. ഹിനാറ്റ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിനാറ്റയ്ക്ക് സംഭവം പിടികിട്ടിയിട്ടുണ്ടെന്ന്, പക്ഷേ നറൂട്ടോയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ അടുത്ത ഷിക്കഡായിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ജയിച്ച് വാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഷിക്കഡായി ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ടമറി പറയാണ് ജയിക്കും. അപ്പോൾ നമ്മളുടെ ഇനോ പറയാണ് നീ പണ്ടേ ജാള പീസാണ്, നിങ്ങൾ രണ്ടുപേരും ജാള പീസാണ്, എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോഴത്തേക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ. അപ്പോഴത്തേക്കും ടമറി പറയുന്നു എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ പറയും ഇപ്പോഴും നീ അതുപോലെ തന്നെയാണ് ജാള പീസ്. അപ്പോഴത്തേക്കും അടുത്ത മാച്ച് അനൗൺസ് ചെയ്യാണ്. അതായത് നമ്മുടെ യോഡോയും നമ്മുടെ ഷിക്കഡായും വെച്ചിട്ടാണ്. അതായത് നമ്മളുടെ സാൻ വില്ലേജും ലീഫ് വില്ലേജും ആണ്. അപ്പോൾ ടെമറി ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ടെമറി പറയുന്നത് ഞാൻ ചെയ്തോളാം എന്ന രീതിയിൽ. കയറിയതും പറയാണ് ഷിക്കഡായി ചെറുക്കോ ജയിക്കാതെ ഓണം വന്നോ, നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ആയിരിക്കുന്നില്ല, ഞാൻ ചാവുപൊട്ടി എടുത്ത് വെളി കളയുന്ന രീതിയിൽ ഷിക്കഡായിനോട് നമ്മളുടെ ടമറി പറയുന്നുണ്ട്. യോഡോ ആണെങ്കിൽ നീ ജയിക്കണം മോനെ എന്ന് പറയുന്നുണ്ട്. ഇയർഫോൺസ് യോഡോ യൂസ് ചെയ്യുന്നുണ്ട്, സോങ് കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ യോഡോ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷിക്കഡായി ആണെങ്കിൽ ഷാഡോ യൂസ് ചെയ്ത് യോഡോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഷിക്കഡായി ചെയ്യുന്ന അറ്റാക്ക് എന്നൊക്കെ ഷാർപ്പായിട്ട് യോഡോ മൂവ് ചെയ്ത് മാറുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യുനായി യൂസ് ചെയ്ത് യോഡോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യോഡോ അതിൽ നിന്നും നല്ല രീതിയിലും എസ്കേപ്പ് ആവുന്നുണ്ട്. ഷിക്കഡായി ആണെങ്കിൽ പിന്നെയും ആ അറ്റാക്ക് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിക്കഡായി അവളുടെ വീക്ക്നെസ് കറക്റ്റ് പിടിച്ചെടുക്കാൻ നോക്കുന്നത് കണക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ഷിക്കഡായി അങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യത്തില്ല, ഷിക്കമാറുൻ്റെ അതേ ബുദ്ധിയാണ്. അപ്പോഴത്തേക്കും ഇവിടെ ഷിൻകിയും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട് അവളുടെ കണ്ണ് ഷാർപ്പാണെന്ന്. അതേസമയം ലീഫ് വില്ലേജിലെ ആൾക്കാരും പറയുന്നുണ്ട് അവളുടെ കണ്ണ് ഷാർപ്പായിരിക്കാം. ബൊറൂട്ടോയും പറയുന്നുണ്ട് മിക്കവാറും അവളുടെ കണ്ണ് ഷാർപ്പായിരിക്കും. എല്ലാവരും ജഡ്ജിയാണ് യോഡോയുടെ കണ്ണ് ഭയങ്കര ഷാർപ്പാണ്, അതുകൊണ്ടാണ് ഈ ചെറിയ ഇതുപോലും മൊമെൻറ്റ്സ് പോലും അവൾക്ക് മനസ്സിലാവുന്നതെന്ന്. യെസ് അവളുടെ കണ്ണ് ഷാർപ്പായിരിക്കാം എന്ന് സറാഡ പോലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോജു ആണെങ്കിൽ ഭയങ്കര രീതിയിൽ തിന്നാണ്. അതായത് ഇവൾക്ക് ഇപ്പോൾ നമ്മളുടെ ഷിക്കഡായിക്ക് കലോറീസ് കുറഞ്ഞിട്ട് ഷിക്കഡായി ഇപ്പോൾ ഡ്രൗൺ ആവും. അത് തന്നെയാണ് ബൊറൂട്ടോ പറയുന്നത്, ചക്ര ഇപ്പോൾ ഡ്രെയിൻ ആകും, അതുകൊണ്ട് തന്നെ ഷിക്കഡായി സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ഷിക്കഡായി കുറേ പേപ്പർ ബോംബ്സ് യോഡോയ്ക്ക് നേരെ എറിയുന്നുണ്ട്. അത് പിടിച്ച് തിരിച്ചറിയുന്നുണ്ട്. അത് ക്യുനായിൽ കെട്ടിയാൻ അറിഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞ് ഷിക്കഡായി തെറിച്ച് ആകാശത്ത് പോകുന്നുണ്ട്. അവിടെ നിന്നും ഷിക്കഡായി താഴേക്ക് വരുമ്പോൾ സ്മോക്ക് ബോംബ് യോഡോയ്ക്ക് നേരെ എറിയുന്നുണ്ട്. ആ സ്മോക്ക് ബോംബ് യോഡോയുടെ അടുത്ത് പോയി പൊട്ടുന്നുണ്ട്. അപ്പോൾ യോഡോനെ പിടിച്ചു ഷാഡോ വെച്ചെന്ന് നോക്കിയാൽ ഒന്നും നടന്നില്ല, അതൊന്നിനെയും പിടിച്ചിട്ടില്ല, ഷിക്കഡായിക്ക് തോന്നിയതാണ്. അങ്ങനെ നമ്മളുടെ യോഡോ ആണെങ്കിൽ പറയുന്നുണ്ട് ഇത്രയും നീ ചെയ്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം, നീ ഇത്രയും കാൽ പിടിക്കുന്നതല്ലേ. അങ്ങനെ യോഡോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങണം. അവളുടെ മുടി അഴിച്ചിട്ടിട്ട് ആ മുടി കറക്കുകയാണ്, കറക്കിയിട്ട് തറയിൽ അടിക്കുകയാണ്. ഭയങ്കര ഫ്രീക്വൻസി സൗണ്ട്, ഷിക്കഡായി ഒന്നും കേൾക്കാൻ വയ്യ. അപ്പോഴത്തേക്കും ഷിക്കഡായി ആണെങ്കിൽ ഭയങ്കര രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുറകിലോട്ട് മാറുന്നുണ്ട്. യോഡോ പിന്നെയും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഷിക്കഡായി ആണെങ്കിൽ ഒരുപാട് പേപ്പർ ബോംബ്സ് അവൻ്റെ കയ്യിലെടുക്കുന്നുണ്ട്. ഇവിടെ ഷിൻകി പറയുന്നുണ്ട് യോഡോ അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്, ഇപ്പോഴാണ് അവളുടെ ഗെയിം ആരംഭിച്ചത് തന്നെയെന്ന്. അപ്പോൾ ഷിക്കഡായി പറയുന്നുണ്ട് നിൻ്റെ യഥാർത്ഥത്തിൽ നിൻ്റെ കണ്ണാണ് ഷാർപ്പെന്ന് ഇവിടെ ജഡ്ജ്മെൻറ്റ് ഇരിക്കുന്ന എല്ലാവരും കണ്ടോട് വിചാരിച്ച് കാണും. പക്ഷേ കണ്ണല്ല നിനക്ക് ഷാർപ്പ്, നിനക്ക് ഇയേഴ്സ് അല്ലേ ഷാർപ്പ്, നിനക്കെല്ലാം കറക്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ. അത് ഷാഡോനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഷാഡോ പാരലൈസിങ് ആയാലും കുറച്ച് ചക്ര എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് കുറയുന്നുണ്ട്. വെയിറ്റ് കുറയുമ്പോൾ മൂവ്മെൻറ്റ്സ് മാറുന്നുണ്ട്, മൂവ്മെൻറ്റ്സിൻ്റെ മാസ് അതായത് ആ ഒരു രീതി മാറുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേട്ട് അറ്റാക്ക് വരുന്ന രീതി യോഡോ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കണ്ണിന് അല്ല പവർ എന്ന കാര്യം ആ ഒരു വീക്ക്നെസ് ഷിക്കഡായി ഇവിടെ വിളിച്ച് പറയാണ്. കാരണം യോഡോ ഇനി ഫൈനലിൽ പോയാൽ പോലും യോഡോക്ക് ഈ വീക്ക്നെസ് മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് എനിമീസിന് കൃത്യമായിട്ട് യൂസ് ചെയ്യാം, ഒപ്പണൻസിന്.
അതുകൂടെ ആയപ്പോൾ യോട ഭയങ്കരമായിട്ട് ട്രിഗർ ആവുകയാണ്. അതായത് അവളുടെ വീക്ക്നെസ് പുറത്തായിരുന്നു. ഷിക്കഡായി പേപ്പർ ബോംബ് കയ്യിലെടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് അതെടുക്കുന്ന കാണുമ്പോൾ യോട മുടിയെടുത്ത് ചുറ്റുന്നുണ്ട്. ആ പേപ്പർ ബോംബ് എല്ലാം ഷിക്കഡായുടെ കയ്യിൽ നിന്ന് അവിടെ കിടന്ന് തന്നെ പൊട്ടാണ്. യോട പറയുന്നുണ്ട്, നിനക്ക് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ, എൻ്റെ പ്ലാനേ ജയിക്കത്തുള്ളൂ, ഞാൻ സാൻ വില്ലേജ് എപ്പോഴും ജയിച്ചിട്ടുള്ളൂ, നിൻ്റെ അമ്മയ്ക്ക് തന്നെ നീ ഒരു ഇതാണല്ലോ എന്ന രീതി പറയണം. അപ്പോഴത്തേക്കും പറയണേ, എൻ്റെ അമ്മയുടെ പേര് വെച്ച് നീ കളിക്കരുത് യോടോ, നീ അതിന് മാത്രമൊന്നും ആയിട്ടില്ല. പിന്നെ നീ പറഞ്ഞു വന്നാൽ എൻ്റെ അമ്മ ഇപ്പോൾ ഒരു ലീഫ് വില്ലേജ് സിറ്റിസൺ ആണ്. സാൻ വില്ലേജിൻ്റെ ലീഫ് വില്ലേജിൻ്റെ പേര് നീ ഇവിടെ പറയേണ്ട ആവശ്യമേ ഇല്ല. ഞാനും നീയും തമ്മിലുള്ള നേർ ഫൈറ്റാണ് മോളെ, നീ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല. ഷിക്കഡായിക്ക് ഇത്രയും പേപ്പർ ബോംബ് പൊട്ടിയിട്ടും ഒരു കുഴപ്പമില്ല. പുക മാറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. അത് തന്നെ ഷിക്കഡായുടെ ഒരു പ്ലാനായിരുന്നു. യോഡോനെ ഇവിടെ വെച്ച് നോക്കിയാണ്. ആ പേപ്പർ ബോംബ് ബ്ലാസ്റ്റ് ആയ സൗണ്ട് കാരണം യോഡോയ്ക്ക് കൃത്യമായിട്ട് അതിനകത്ത് നടക്കുന്നത് കേൾക്കാൻ വയ്യായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു സൗണ്ടും ആ ഒരു സ്മോക്കും അവനൊരു വീക്ക്നെസ് ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് യോഡോനെ അറ്റാക്ക് ചെയ്ത് കറക്റ്റായിട്ട് പിടിക്കുമായിരുന്നു അവളെ. യോഡോക്ക് ഇനിയും അറ്റാക്ക് ചെയ്യാം, പക്ഷെ പാരലൈസ് ആയിപ്പോയില്ലേ. അപ്പോൾ ഇനി അതിൽ നിന്ന് മാറണമെന്ന് വെച്ചാൽ ഷിക്കഡായി ആണെങ്കിൽ നേരെ ചെന്നിട്ട് ക്യൂനായി കഴുത്തി വെക്കുന്നുണ്ട്, ഒരു സെക്കൻഡ് പോലും കൊടുക്കുന്നില്ല. അപ്പോൾ യോഡോ പെട്ടു. അപ്പം ഷിക്കഡായി ജയിച്ചു, യോഡോ തോറ്റു. അങ്ങനെ നമ്മളുടെ ടവർ തുള്ളിച്ചാടുവാണ്. യെസ്, ആ ഒരു റൗണ്ട് നമ്മുടെ ഷിക്കഡായി ജയിച്ചു. ഇനി നമ്മുടെ ഷിക്കഡായി എന്തിലേക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഷിക്കഡായി ആണെങ്കിൽ നമ്മുടെ സറാഡയ്ക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാൻ 3 സെക്കൻഡിൽ മാച്ച് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഷിക്കഡായിക്ക് കുറേ അധികം പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സറാഡേനെ നോക്കുകയാണ്. സറാഡയ്ക്ക് നേരെ ഒപ്പോണൻ്റായിട്ട് വന്നേക്കുന്നത് ടറൂയാണ്. ടറൂയി വന്ന ഉടനെ ഭയങ്കര ഡയലോഗുകളാണ്. അതായത് നീ ലീഫ് വില്ലേജ് ഹൊക്കാകെ ആവും എന്നൊക്കെ പറയുന്നത്, യോ നീ എന്നെ കൊണ്ട് നടക്കത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ പഞ്ച് ചെയ്യാൻ വരാണ്. നമ്മളുടെ ലീ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും അവരവിടെ ഫൈറ്റ് തുടങ്ങി. അങ്ങനെ ചെന്ന് കാണാൻ സറാഡ 1 2 3 എന്ന് പറയുന്ന ഒരൊറ്റ പഞ്ച് നമ്മളുടെ ഷെറിങ്കനും കറക്റ്റായിട്ട് യൂസ് ചെയ്ത വീക്ക്നെസ് നോക്കി മൊന്തക്കിട്ട് ഇടിക്കുന്നുണ്ട്. ജയിച്ചു. നമ്മളുടെ സാക്കുറയും സറാഡയും സന്തോഷിക്കാണ്. ബൊറൂട്ടോയുടെ അടുത്ത് പോയിട്ട് ക്ലിയർ പക്ക ക്ലിയർ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയുന്നത്, സത്യം നീ 3 നിമിഷത്തിൽ കൊണ്ട് തീർത്തു എന്ന്. ഇനോജിൻ പറയുന്നുണ്ട്, നിൻ്റെ ഒപ്പണന്റ് സ്ട്രോങ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് നീ ജയിച്ചതെന്ന്. അപ്പോൾ സറാഡ പറയുന്നുണ്ട്, അവൾ സ്ട്രോങ് അല്ലായിരുന്നു എന്നല്ല, അവൾ സ്ട്രോങ് ആണ്, അവളെക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഞാൻ, അത്രേ ഉള്ളൂ എന്ന്. അപ്പോഴത്തേക്കും അടുത്തതായിട്ട് നമ്മുടെ ഇനോജിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇനോജിന് നേരെ വരുന്നത് ആരയാണ് ഇനോജിന് നേരെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഇനോജിന് നേരെ വരുമ്പോൾ ഇനോ ഉറപ്പായിട്ട് സപ്പോർട്ട്. അങ്ങനെ ഇനോജിനാണെങ്കിൽ ആദ്യം തന്നെ ബേർഡ്സിനെ യൂസ് ചെയ്ത് അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബേർഡ്സ് ആണെങ്കിൽ കളർഫുൾ ബേർഡ്സ്, ഇവനാണെങ്കിൽ വെട്ടിക്കളിക്കുക എന്ന് പറഞ്ഞ് വെട്ടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ബോംബ് പോലായിരുന്നു. അതായത് പേപ്പർ ബോംബിന് പകരമായിട്ട് ഇനോജിൻ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ വരച്ചുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന ബോംബ്. സ്പെഷ്യൽ ജുഡ്സുമാണ്, ചക്ര കൂടുതൽ കൊടുക്കണം. അങ്ങനെ അവൻ അത് ഞെട്ടിപ്പോവാണ്. നിൻ്റെ മാസ്ക് ഞാൻ വെട്ടും എടാ എന്നാണ് നമ്മളുടെ ഇനോജിൻ പറയുന്നത്. അടുത്തത് ബീസ്റ്റിനെ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. അതും നല്ല രീതിയിൽ അവൻ വെട്ടിക്കളയുന്നുണ്ട്. അതും വെറും ഇങ്കായിട്ട് കളയുന്നുണ്ട്. ഇനോജിന് മനസ്സിലായി, അയ്യോ ഇവന് നല്ല രീതിയിൽ സ്പീഡുണ്ട്. അങ്ങനെ നമ്മളുടെ ഇനോജിന് നേരെ അവൻ പിന്നെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വരാണ്. ഇനോജിൻ തോക്കുവാണ്. കാരണം അതൊരു സോഡ് വെച്ചിട്ടുള്ള ക്ലോസ് റേഞ്ച് അറ്റാക്കായിരുന്നു. നമുക്കറിയാം ഇനോജിന് അത്രയ്ക്കും ക്ലോസ് റേഞ്ച് അറ്റാക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് മാച്ച് തീർന്നു, അതുകൊണ്ട് ഇനോജിൻ വീക്കായിരുന്നു. അങ്ങനെയൊന്നും അല്ല, ഇനോജിൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ മാക്സിമം ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഇതായിപ്പോയി. അത് കെയർലെസ്നെസ് കൊണ്ടാണ്, അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാതൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ മിത്സുഗി ആണെങ്കിൽ ഇനോജിനോട് ഇതല്ല ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ് സപ്പട്ടെ എന്നുണ്ടെങ്കിൽ കൊള്ളാം. അടുത്തത് മിത്സുഗിയാണ്, അടുത്ത വേഴ്സസ് ടൊറോയ്. അപ്പോഴത്തേക്കും ടൊറോയ് ആണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് യൂസ് ചെയ്തൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഇൻക്രീസ് ചെയ്ത്, ടൈം ഇൻക്രീസ് ചെയ്ത്, അങ്ങനെ റിയാക്ഷൻ ടൈം ഇൻക്രീസ് ചെയ്തൊക്കെ മിത്സുഗിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പൊള്ളിയടാ. അങ്ങനെ ടൊറോയും നല്ല രീതിയിൽ പോവാണ്. അങ്ങനെ മിത്സുഗി ആണെങ്കിൽ സേജ് മോഡിലേക്ക് പോവാണ്. അത് ആ ദേഷ്യം കാരണമാണ്. കാരണം നീ ആരുവാ, നീ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ കേട്ടു എന്നും പറഞ്ഞ ടൊറോയ് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലും സേജ് മോഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ടൊറോയ് ഒന്ന് പേടിയുന്നുണ്ട്, എന്താണിതെന്ന്. പക്ഷേ ടൊറോയ്ക്ക് അറിയത്തില്ല. പക്ഷേ ഷിൻകിക്ക് മനസ്സിലാവുന്നുണ്ട് സേജ് മോഡാണ് അവൻ യൂസ് ചെയ്തതെന്ന്. അപ്പോഴത്തേക്കും മിത്സുഗി ആണെങ്കിൽ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. കാരണം സേജ് മോഡ് ഇപ്പോഴേ അറിയാമെന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയ സംഭവമാണ്. ഇപ്പോഴേ സേജ് മോഡൊന്നും അറിയേണ്ട ഒരു ആവശ്യം, നമുക്കറിയാം ടീൻ ഏജിലാണ് നമ്മുടെ നറൂട്ടോ ആയിക്കോട്ടെ സാസുകെ ആയിക്കോട്ടെ സേജ് മോഡ് പഠിക്കുന്നത്. ഇത് മിത്സുഗി എന്താണ്, ഗെനിനാണ്.
അതുകൊണ്ട് മിറ്റ്സുക്കി മനഃപൂർവ്വം ചക്ര ഡ്രെയിൻ ആക്കുന്നുണ്ട്. എന്നിട്ട് സേജ് മോഡ് നേരെ വന്നിട്ട് നേരെ നമ്മുടെ ടൊറോയിനെ അറ്റാക്ക് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് സമണിങ് സ്നേക്സ് ചെയ്യാണ്. സ്നേക്സിനെ സമൺ ചെയ്യാണ്. സ്നേക്സിനെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ബൈൻഡ് ചെയ്ത് പിൻ ചെയ്ത് പിടിച്ച് ഫോഴ്സ് ചെയ്ത് തറയിലടിച്ച് കറക്കി പിടിച്ച് തറയിലടിച്ച് അതിൻ്റെ മണ്ടയിൽ കെട്ടുന്ന ഉരുട്ടി പിടിച്ചൊക്കെയാണ് നമ്മളുടെ മിറ്റ്സുക്കി ചെയ്യുന്നത്. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. മിറ്റ്സുക്കിയുടെ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോഴത്തേക്കും ചോജോ പറയുന്നുണ്ട് പൊളി പൊളി, അടുത്ത മിറ്റ്സുക്കി നീ നന്നായിട്ട് ചെയ്തു. ചിപ്സിൻ്റെ പാക്കറ്റ് കൂടെ ചോജോ കഴിക്കുന്നുണ്ട്. ആ കലോറീസ് കൂടെ എനിക്ക് കിട്ടട്ടെ, എനിക്ക് നല്ല രീതിയിൽ റബ്ബർ പോലെ നിൽക്കാൻ പറ്റട്ടെ, പ്ലാസ്റ്റിക് പോലെ നിൽക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ചോജോ പറഞ്ഞിട്ട് പോവാണ്. അടുത്തത് ചോജോ ആണ്. ചോജോ ജയിക്കും എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോഴത്തേക്കും ചോജോയ്ക്ക് നേരെയായിട്ട് വരുന്നത് ഷിൻകിയാണ്. ആ ഷിൻകി എന്ന് അങ്ങനെ എടുത്ത് പറയാൻ കാരണം ഒന്നും, ഷിൻകിക്ക് അങ്ങനെ വലിയ ഹ്യൂമാനിറ്റിയാണ്. നമ്മളുടെ കാജൽ, കറുകറുത്ത കാജലുള്ള ഗാറ എങ്ങനെയായിരുന്നു ഫസ്റ്റ്, ആ ഒരു ഗാറയാണ് ഈ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളുടെ ചോജോ ആണെങ്കിൽ പറയുന്നുണ്ട് ബാ നമുക്ക് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ട്ലി ഫൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ഷിൻകി ആണെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഏയ് നീ എന്തുവാ പറയുന്നത്, നിന്നെ പോലെ ഒന്നും ഞാൻ പെട്ടെന്ന് വല്ലതും ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ട് പോകുന്നത്, നീ എൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി പോയോ എന്ന രീതിയിൽ ചോജോ ചോദിക്കുന്നുണ്ട്. നിൻ്റെ സൗന്ദര്യത്തിലോ? സോറി, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാനൊരു ബാഡ് ഗൈ ആണെന്ന രീതിയിൽ നമ്മളുടെ ഷിൻകി പറയുന്നുണ്ട്. ചോജോ പറയുന്നുണ്ട് നീ എന്ത് കാണിക്കുന്നത്, ഞാൻ എന്ത് കാണിക്കുന്നത് നീ കണ്ടോ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മളുടെ ലീ മാച്ച് തുടങ്ങാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോജി വിളിച്ച് പറയുന്നുണ്ട് നിനക്ക് ബർഗർ, നമ്മളുടെ തണ്ടർ ബർഗറിന് എല്ലാ ബർഗറും വാങ്ങിച്ചു തരാമെന്ന്. ഇപ്പോൾ ചോജോ പറയുന്നുണ്ട് ഡാഡേ എനിക്ക് തണ്ടർ ബർഗറിലെ ബർഗർ വേണ്ട, എനിക്ക് ചിപ്സ് മതി, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാം എൻ്റെ പൊന്നു മോളെ, നീ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പറയണം. അതേസമയം ഷിൻകി പറയണം എടി നീ ഇപ്പോൾ തന്നെ ക്വിറ്റ് ചെയ്ത് പൊക്കോ എന്ന്. അപ്പോഴത്തേക്കും ചോജോ പറയണം നീ എന്താ പറയുന്നത്, ഞാൻ ക്വിറ്റ് ചെയ്യാനാണോ വന്നേ, നിങ്ങനെയൊക്കെ എല്ലാം കണ്ടിട്ട് എന്താ ഡപ്പാങ്കുത്ത് സാധനങ്ങളൊക്കെ തോന്നുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ഷിൻകി തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോജോ പറയുന്നുണ്ട് നീ എൻ്റെ സൗന്ദര്യം കണ്ട് എന്നെ വീഴ്ത്താനായിട്ട് നോക്കുവാണോ എന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ഷിൻകി പറയുന്നുണ്ടോ ഇല്ല, ഒരിക്കലുമില്ല, കാരണം നീ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയത്തുമില്ല, പിന്നെ ഞാൻ അത്ര കൂൾ ഗൈയുമല്ല എന്ന്. ഇപ്പോഴും നമ്മുടെ ചോജി കിടക്കുന്നത് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൂടെ കേൾക്കുമ്പോൾ ഷിൻകി പറയുന്നുണ്ട് നീ അവരെ കരയിപ്പിക്കാതെ കയറിപ്പോ പെണ്ണേ, നിനക്ക് ഒരാവശ്യമില്ല നീ ഇവിടെ കളിക്കാൻ, നീ ഇനി ഫൈനൽ റൗണ്ടിനും അതിൻ്റെ മുമ്പത്തെ റൗണ്ടിനുമാണ് നല്ല ഒപ്പോണൻസ് വരുന്നത്, നീയൊക്കെ വെറും ചീല ഒപ്പോണൻസ്, ഇറങ്ങി മാറി പെണ്ണേ, നിൻ്റെ കൂടെ കളിച്ച് സമയം കളയാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാനുള്ളതാണ്, പ്ലാൻ ചെയ്യാനുള്ളതാണ് അടുത്ത റൗണ്ടിലേക്ക് എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ ചോജോയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. കൈ എൻലാർജ് ചെയ്ത് നമ്മുടെ ഷിൻകീനെ നല്ല രീതിക്കും ഒരു പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഷിൻകിക്കാണെങ്കിൽ മെറ്റൽ സാൻഡ്, ആ ഒരു മാഗ്നറ്റിക് സാൻഡ്, മെറ്റൽ സാൻഡ് അങ്ങനെ എനിക്ക് പറയാം എന്തൊരു ഇത് യൂസ് ചെയ്യാണ്, ബ്ലാക്ക് സാൻഡ് യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ മാഗ്നറ്റാണ്. സോ അതിന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൈ പോലെ ഉണ്ടാക്കി ചോജോയുടെ അതേ ലെവൽ അറ്റാക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ചോജോ രണ്ട് കൈയും എൻലാർജ് ചെയ്യുന്നുണ്ട്, ഇവിടെയും രണ്ട് കൈയും എൻലാർജ് ചെയ്യുന്നുണ്ട്, രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പഞ്ച് കൊടുത്ത് കളിക്കുകയാണ്. നല്ല രീതിയിൽ പഞ്ച് കൊടുത്ത് കളിക്കുകയാണ്. അങ്ങനെ രണ്ട് രീതിയിൽ, അതായത് ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ചോജോ എങ്ങനെ കൈ എൻലാർജ് ചെയ്ത്, അതാണ് ചോജോയുടെ മെയിൻ ടെക്നിക്ക്. ആ ഒരു ടെക്നിക്കിന് നേരെ ഈക്വലായിട്ട് നമ്മുടെ ഷിൻകി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പടിക്ക് മുകളിലായിട്ട് ഷിൻകി ആ ഒരു സാൻഡാണ്, ചോജോയുടെ കൈയാണ്, അതുകൊണ്ട് അത് ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. ഷിൻകി പറയുന്നുണ്ട് ഞാനക്ക് പറ്റുമെങ്കിൽ നിന്നെ ഞെരിച്ചുടയ്ക്കാം, നമ്മുടെ ലീനെ ഗാറ ചെയ്തതുപോലെയൊക്കെ ചെയ്യാം, പക്ഷേ എന്താണ് ഞാൻ ചെയ്യുന്നില്ല, നീ കയറിപ്പോക്കോ, നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഇപ്പോഴും കിടന്ന് പറയുന്നു എന്ന്. അപ്പോൾ ചോജോ പറയുന്നുണ്ട് ഇല്ല ഞാൻ തോറ്റു കൊടുക്കത്തേയില്ല, പ്രത്യേകിച്ച് നിന്നെപ്പോലെ ഒരുത്തൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കത്തേയില്ലെന്ന്. കാരണം നമ്മുടെ ഷിൻകി സംസാരിക്കുന്ന രീതി അത് ശരിയല്ല. അപ്പോൾ ഷിൻകി പറയുന്നുണ്ട് ഞാൻ അത്ര നല്ലവനുമല്ല, ഞാൻ അത്ര അങ്ങനത്തെ ദുഷ്ടനുമല്ല, അതുകൊണ്ട് നിന്നോട് പറയാണ് കയറിപ്പോ നിനക്ക് നീ ക്വിറ്റ് ചെയ്തെന്ന് പറയാമെന്ന്. അപ്പോൾ ചോജോ പറയണില്ല ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇവിടെ നമ്മളുടെ ചോജിയും പറയുന്നുണ്ട് എടി മോളെ മതി, നിന്നെ കൊണ്ട് പറ്റുന്നത് നീ കാണിച്ചു, മതി നീ വാ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ സ്ട്രാറ്റജി മാറ്റി പിടിക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ചോജി പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അച്ഛനൊരു ഹോപ്പ് എന്നിലുണ്ട്, അമ്മയ്ക്കും ഒരു ഹോപ്പ് എന്നിലുണ്ട്. ഈ ലീഫ് വില്ലേജ് ഫുൾ എൻ്റെ ഇത് കാണാനായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ചോജോ ആണെങ്കിൽ ഭയങ്കര രീതിയിൽ പൊങ്ങിയിട്ട് ചാടിക്കയറി കൈ എൻലാർജ് ചെയ്യുന്നുണ്ട്. ചോജി പറയുന്നുണ്ട് ഞാൻ നിന്നോട് ടെക്നിക്ക് മാറ്റാനെന്ന രീതിയിലല്ലേ പറഞ്ഞെന്ന രീതിയിൽ ഞെട്ടി നിൽക്കുമ്പോഴാണ് ഒന്നുമില്ലാത്തൊരു MT ക്രഷ് കൊടുക്കുന്നത്. ഈ MT ക്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്കുറ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ തറയിൽ ഇടിച്ച് പൊട്ടിക്കുക, തറ ഇടിച്ച് പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ തറ പൊട്ടും. അങ്ങനെ ആ തറ പൊട്ടി ആ ഒരു ബ്രിക്ക് കഷ്ണങ്ങൾ യൂസ് ചെയ്ത്, അത് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണല്ലോ, അത് യൂസ് ചെയ്ത് ഷിൻകിനെ അറ്റാക്ക് ചെയ്യാണ്. അത് വലിയ വലിയ കഷ്ണങ്ങളാണ്. ഷിൻകി അതും പിടിച്ച് നിർത്തുന്നുണ്ട്. ഷിൻകി അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അതിനൊക്കെ ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത്. ഓ നീ കൊണ്ടുവന്ന ആൾ എന്തായാലും പൊളിയാണല്ലോ, നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഗാറയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാറ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മാഗ്നറ്റിക് സാൻഡ്, ഈ മാഗ്നറ്റ് പോലത്തെ ബ്ലാക്ക് സാൻഡ് ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങുന്നു. സോ അത് ഗാറ പോയിട്ട് ഒന്ന് നോക്കുവാണ് നമ്മുടെ സാൻഡ് വില്ലേജിൽ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ.
അങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു പയ്യൻ അവിടെ ഇരിക്കുന്നു. അവൻ ഈ സാൻഡ് കൺട്രോൾ ചെയ്യാൻ വയ്യാതെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് പോലെ ഉണ്ടാക്കി ഗാറേനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഗാറ പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. ഗാറയ്ക്ക് നേരെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാറ പറയുന്നുണ്ട്, നിൻ്റെ പേരെന്താണ്, നിന്നെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അതെങ്ങനെ ഒരു അറ്റാക്കായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, എൻ്റെ സ്റ്റുഡൻ്റ് ആകും, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഷിൻകി എന്ന്. അതായത് നമ്മുടെ ഗാറേനെ തന്നെ അവനിൽ കണ്ടു എന്നുള്ള കാര്യമാണ്. അതായത് ഗാറേനെ കൊച്ചിലെ ഇപ്പോൾ ഇവനെ വില്ലേജേഴ്സ് കാണുന്നത് ഭയങ്കര ഒരു ഡിമണ്ടിനെ കണക്കാണ്, ആൾക്കാരെ ഉപദ്രവിക്കുന്ന അങ്ങനെ ഒരാളെ കണക്കാണ് ഷിൻകിനെ കാണുന്നത്. സോ ഗാറ വന്ന് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു, പിന്നെ അവനെ ട്രെയിൻ ചെയ്തു. ഗാറയേക്കാൾ ഒരു പക്ഷേ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് വെച്ച് ഗാറയേക്കാൾ എന്ന് പറയാൻ പറ്റില്ല, അതേ ലെവലിൽ അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഷിൻകി എന്തായാലും നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഒട്ടും സാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിന്ന ഷിൻകിക്ക് ഗാറ പഠിപ്പിച്ചു കൊടുത്തു. ഗാറയുടെ സാൻഡിനേക്കാളും നല്ല ഒരിതാണ് മാഗ്നറ്റിക് സാൻഡ്. അത് നമ്മുടെ ഷിൻകിയുടെ കയ്യിലുണ്ട്. ഗാറേനെ തോൽപ്പിക്കാൻ ഷിൻകിക്ക് പറ്റും, കുറച്ചധികം ട്രെയിനിങ് എടുത്താൽ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഗാറയുടെ പുറത്ത് നമ്മളുടെ ഷിൻകിയുടെ മാഗ്നറ്റിക് സാൻഡിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കുത്തി കയറിയിട്ടുണ്ട്. ഗാറ നമ്മളുടെ ഷിൻകിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചു. അത് അവൻ്റെ അറ്റാക്കായിരുന്നു. ആ അറ്റാക്ക് അവനെ തന്നെ കൊല്ലുമായിരുന്നു ഷിൻകിനെ. അത് പ്രൊട്ടക്റ്റ് ചെയ്താണ് ഗാറ പിടിച്ചത്. സോ ഷിൻകിക്ക് മനസ്സിലായി അന്ന് തന്നെ ഗാറ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തേ ഉള്ളതെന്ന്. അവൻ്റെ പേര് ഷിൻകി എന്നാണ് എന്ന് മാത്രം പറഞ്ഞ് ഗാറ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോജോനെ കാണിക്കാൻ ചോജോ വലിയ സ്റ്റോൺസ് ഒക്കെ എടുത്തിട്ട് എറിയുന്നുണ്ട് ഷിൻകിക്ക് നേരെ. ഷിൻകി അതൊക്കെ പിടിച്ച് പഞ്ച് ചെയ്ത് തന്നെ പൊട്ടിച്ചു കളയാണ്. ചോജോയ്ക്ക് മനസ്സിലാവുന്നില്ല അവൻ ഇത്രയും ചക്ര ഇവൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. അത് മാത്രമല്ല ചോജോയ്ക്ക് വേറെ കാര്യം മനസ്സിലായി, അവൻ മൂന്നാമതൊരു കൈ എടുത്തേക്കാണ്. അവനിപ്പോൾ 3 കൈയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മൊത്തത്തിൽ കവർ ചെയ്ത് പിടിച്ച് ചോജോ എന്ത് അറ്റാക്ക് ചെയ്താലും തിരിച്ച് അവൻ അതിനായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചോജോനെ 3ാമത്തെ കൈ കൊണ്ട് അവൻ വലിച്ച് പിടിച്ച് കറക്കി എടുക്കാൻ തുടങ്ങുകയാണ്. തറയിലെടുത്ത് ഒറ്റ അടി അടിക്കുകയാണ്. ഗാറയുടെ പോലെ തന്നെ ഒരു ദയവുമില്ല, ദയാക്ഷണവുമില്ല, ദയാക്ഷണിയുമില്ല, ദാക്ഷിണ്യവുമില്ല. അങ്ങനെ നമ്മളുടെ ചോജോ എടുത്ത് ചോജി പറയുന്നുണ്ട്, കയറി വാ മോളെ, നിന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി നീ ചെയ്തു, നീ അടിപൊളിയായിട്ട് ചെയ്തു എന്ന്. ചോജോയുടെ പുറം മൊത്തം നല്ല വേദനയായിട്ടുണ്ട്, ബോൺസൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ചോജോ ആണെങ്കിൽ അടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യാണ്. ഇത് കാണുമ്പോഴേ ചോജി പറയണ അവൾക്ക് ഇഷ്ടമല്ലാത്ത ജുട്സു ആണ് അവൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഏത് ജുട്സു ആയിരിക്കും ചോജോ ചെയ്യാൻ പോകുന്നതെന്ന്. പ്രഡിക്റ്റബിളാണ്. കാരണം ചോജോ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ചോജി എടുത്തുന്ന ബ്യൂട്ടി അത്രയ്ക്കും ഇല്ലാത്ത ഒരു നല്ലൊരു അറ്റാക്ക് ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും പ്രഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജോ പറയാണ്, ഈ മാർക്കറ്റിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ചിപ്സ് അവൈലബിൾ ആണ്, ടൊമാറ്റോ, സോൾട്ടി, പെപ്പർ, അങ്ങനെ കുറേ. എല്ലാവരും ഇതാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഒണിയനാണ് ഫിഷ് പ്രിഫർ ചെയ്തു. കാരണം അത് എല്ലാവരും പറഞ്ഞത് വേ ആണെന്നാണ്. സോ ഞാൻ പ്രിഫർ ചെയ്തത് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വേ തന്നെയാണ്. കാരണം എൻ്റെ സ്മെൽ ടേസ്റ്റ് ഒന്നും നല്ലതല്ല എന്ന് പറയാണ്. അതെനിക്കെപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് മോനെ ഷിൻകി മനസ്സിലായത്. അതുകൊണ്ട് എത്ര വേസ്റ്റ് ആയാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. സോ ഫീൽ ഇറ്റ്. ആൻഡ് എന്താണ് ബ്യൂട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. എത്ര ഭംഗിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് അതായിരിക്കും ഉപകാരപ്പെടാമെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാം. ഹ്യൂമൻ ബുള്ളറ്റിൻ ടാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ബുള്ളറ്റിൻ ടാങ്ക് ചെയ്യാണ്. ചോജിയുടെ വൺ ഓഫ് ദ സ്പെഷ്യൽ ജുട്സു ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജീനെ പോലെ ചോജോ കടന്ന് പമ്പരങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ ചോജോനെ പിടിച്ചു നിർത്താൻ നോക്കണം, നടക്കൂലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഷിൻകി തന്നെ ഒന്ന് പകർന്നുണ്ട് ഈ ജുട്സുവിൻ്റെ മുമ്പിൽ. അങ്ങനെ ഷിൻകി തന്നെ നല്ല രീതിയിൽ പിറകിലോട്ടാവുന്നുണ്ട്. എന്നിട്ട് ഷിൻകി നിന്ന ഇടം തന്നെ പൊട്ടി താഴെ പോകുന്നുണ്ട്. കാരണം പിറകിലോട്ടാവാതിരിക്കാൻ നല്ല രീതിയിൽ ഗ്രിപ്പ് കൊടുത്ത് പിടിച്ച്. ഷിൻകിയുടെ കണ്ണൊക്കെ തള്ളുവാണ്, തോക്കുമോ എന്ന പേടി ഷിൻകിയുടെ കണ്ണിൽ ഇപ്പം കാണാം. അതെപ്പോഴത്തേക്കും നമ്മുടെ ഷിൻകി ആണെങ്കിൽ നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. ഷിൻകിയുടെ ഉള്ളിൽ ഇനിയും ചക്രയുണ്ട്. ചോജോയുടെ ഉള്ളിൽ ചക്ര ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഷിൻകി ആണെങ്കിൽ പിന്നെയും നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് അവിടുന്ന് പുക വരാണ്. ഇപ്പോൾ ചോജോയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, നിർത്തമോളെ മതിയെന്ന്. കാരണം ചക്ര ഡ്രെയിനായിട്ടും ചോജോ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവന് തന്നെ ഭീഷണിയാണ്. ചോജോ നിർത്തുന്നില്ല. റോൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഫുൾ പുക പടരുകയാണ്, ഭയങ്കര പുക, ഒന്നും കാണാൻ വയ്യ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതേപോലെ ഫോഴ്സ് നമ്മളുടെ ഷിൻകിയും കൊടുത്തതോടെ ബ്ലാക്കും ഒരു പ്രത്യേക പുക, ഒരു ആഷ് കളർ പുക അവിടെ ഫുൾ നിറയാണ്. എന്താ നടക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. പെട്ടെന്ന് പുക നിന്നു. അതെന്താണെന്ന് വെച്ചാൽ ഷിൻകി നല്ല രീതിയിൽ പവർ കൊടുത്തു. ഒരു കുറച്ചധികം ഫുൾ ചക്ര കുറേ കൂടെ യൂസ് ചെയ്തു. അപ്പോഴത്തേക്കും ചോജോ നിന്ന് പോയതാണ്. ചോജോ നിർത്തി ക്വിറ്റ് ചെയ്തതാണ്. കാരണം ചോജോ കൊണ്ട് ഇനി പറ്റത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചോജോ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ മനസ്സിലായോ ഞാൻ ഇത്ര ട്രൈ ചെയ്തിട്ടും അത്രയും വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. ഇതുപോലെ കിതച്ചുകൊണ്ട് ചോദിച്ചിട്ട് പോലും ഷിൻകി പറയണം,
എനിക്ക് മനസ്സിലായില്ല, ഞാൻ സ്ട്രോങ് ആണ് എന്ന രീതിയിൽ പറയാണ്. ചോദിച്ച ബോധം കെട്ട് വീഴണേ കണ്ണിൽ സ്പെന്നാവുകയാണ്. കാരണം അത്രയും ചക്ര പോയി. അപ്പോൾ നമ്മുടെ കൊനോഹമാർ പറയുന്നുണ്ട് അടിപൊളി ഇതല്ലേ. അപ്പോൾ മോഗിയും പറയുന്നുണ്ട് സൂപ്പറായിട്ട് അവൾ ചെയ്തു, അവൾ നല്ല രീതിയിൽ ചെയ്തു എന്ന്. കൊനോഹമാർ പറയുന്നുണ്ട് ഇനി ബൊറൂട്ടോയൊക്കെ എന്താണോ എന്തോ അടുത്ത ലെവലിൽ കാണിക്കാൻ പോണേ, എനിക്കറിയത്തില്ലെന്ന് പറയണേ. എല്ലാവരും വരികയാണ്, എടുത്തിട്ട് പോവുകയാണ്. അപ്പം മിത്സുഗിനെ നമ്മളെ ഷിൻകി പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണെന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തേ, ഞാൻ നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്ന രീതിയിൽ. നീ മാറിപ്പോ ചെറുക്ക, നിൻ്റെ അടുത്ത് വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കുമ്പോൾ, നീ തോറ്റ് മാറി നിൽക്കുമ്പോൾ ജസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ട് പോവാം, വീട്ടിൽ പോവാം എന്ന രീതിയിൽ. അതും ഞാൻ മിത്സുഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് മിത്സുഗിനെ തോപ്പിച്ചിട്ട് നിന്നെ തോപ്പിക്കാം, അതൊക്കെ നിസ്സാര കാര്യമില്ല, എനിക്ക് ചക്ര തന്നെ വേണ്ടി വരില്ല എന്ന രീതിയിലാണ് ഷിൻകി പറയുന്നത്. അപ്പോൾ ബൊറൂട്ടോ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നുണ്ട്. നീ എന്നെ അത്രയ്ക്കും ഇതായിട്ടാണോ കാണുന്നത്? ഓഫ് കോഴ്സ് ആണെന്ന രീതിയിൽ കൂളായിട്ട് തന്നെ ഷിൻകി പറയുന്നത്. ഗാറ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ചെറുപ്പത്തിലെ സ്വഭാവവും കൂടെ പഠിപ്പിച്ചു കൊടുത്തോ എന്ന് നല്ല സംശയമുണ്ട്. കൃത്യമായിട്ട് അവൻ അത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ചോജനെ കാണിക്കുന്നത് ചക്ര ഫുൾ പോയി. അപ്പോൾ ചോജി കാണാൻ വരുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് പറയാനൊന്നുമില്ല, എൻ്റെ കാലിൻ്റെ ഇവിടെ വേണം, പക്ഷേ അവൻ സൂപ്പറാണല്ലേ എന്ന് പറയണം. അപ്പോൾ ചോജി പറയണേ ആര് ഷിൻകിയോ? നീ അതാണോ പറയുന്നത് എന്ന രീതിയിൽ ചോദിച്ചിട്ട് നമ്മുടെ ചോജി പറയുന്നുണ്ട് അതെ അവൻ ഇത്തിരി ലുക്കാണ്. ഗാറയും യഥാർത്ഥത്തിൽ ഇങ്ങനെ ലുക്കായിരുന്നു അല്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മുടെ ചോജോടെ അമ്മയും അതുപോലെ തന്നെ സറാടെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. നോട്ടത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാകാം അവർ ആലോചിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലിലാണോ എന്ന രീതിയിലാണ്. പക്ഷേ നമ്മുടെ ഷിൻകി നല്ല ലുക്കാണല്ലേ, പക്ഷേ എനിക്ക് ഇറ്റാച്ചിനെയാണ് ഇഷ്ടം. ഓക്കെ, എനിവേ ഒറോച്ചിമാറും നല്ലതാണ്. അപ്പോഴത്തേക്കും മിത്സുഗി നല്ലതല്ലേ, ഇങ്ങനെ പറയുവാണെങ്കിൽ കുറച്ചധികം പോകും. എനിവേ ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് എന്താ, ജൂനിയർ എക്സാം തേർഡ് ലെവൽ. അങ്ങനെ ഫൈനൽ ലെവലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ബൊറൂട്ടോയും അതുപോലെ തന്നെ നമ്മളുടെ ഷിക്കഡായും തമ്മിലൊരു മത്സരമാണ്. അതൊരു 30 മിനിറ്റിന് ശേഷം നടക്കും എന്ന് പറയാണ് നമ്മളുടെ ലീ. അങ്ങനെ ബൊറൂട്ടോ പറയുന്നുണ്ട് ഞാൻ നിന്നെ സർപ്രൈസ് ചെയ്യിക്കുമെന്ന്. ഷിക്കഡായി പറയുന്നുണ്ട് നോക്കട്ടെ, നിന്നെ കൊണ്ട് 4 ഷാഡോ ക്ലോൺ അല്ലേ പറ്റൂ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം എന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയുന്നുണ്ട്. പഞ്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു കയ്യിലെ കോട്ട് ബൊറൂട്ടോ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഇത് വേണ്ട, ഷിക്കഡായി ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ട് ദൂരി വെക്കാമെന്ന് പറയണം. അതേസമയം ടെമറയും ഷിക്കഡായിനെ കാണാൻ ടെമറയും ഷിക്കമാറും വരുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഷിക്കഡായിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ കുറച്ചുകൂടെ സീരിയസ് ആവണം, നിൻ്റെ അച്ഛനെ പോലെ നീ കളിക്കില്ലെന്നൊക്കെ ടെമറി പറഞ്ഞ് നല്ല ജോളിയായിട്ട് അവൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നറൂട്ടോ നമ്മളുടെ ബൊറൂട്ടിനെ കാണാൻ വന്നിട്ടില്ല. ഹിനാറ്റയും വന്നിട്ടില്ല, ഹിമവാരിയും വന്നിട്ടില്ല. ഓക്കെ, എനിവേ നമ്മളുടെ ബൊറൂട്ടോ അവിടെ ഇതെന്ന് കേൾക്കുന്നുണ്ട്. അവന് നല്ല സങ്കടമുണ്ട് കേട്ടോ ആരും വരാത്തതിൽ. ബൊറൂട്ടോ വിചാരിക്കുന്നുണ്ട് നറൂട്ടോയും ആരും വരാത്തതുകൊണ്ട് അവർക്ക് ആർക്കും ഇവരുടെ കാര്യത്തിൽ വലിയ ഇത് കാണത്തില്ല. ഷിക്കഡായിയുടെ ഇതിലാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇത് നിൽക്കുകയാണ്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് കളിക്കാമെന്നും പറഞ്ഞാൽ അത് കോട്ട് ഊരി വയ്ക്കാൻ നോക്കുമ്പോഴാണ് ബസർ അടിക്കുന്നത്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ ബൊറൂട്ടോ പോവാണ്. അത് ഊരി വയ്ക്കാനായിട്ടുള്ള സമയം ബൊറൂട്ടോ കിട്ടുന്നില്ല. അങ്ങനെ ലീ അനൗൺസ് ചെയ്യാണ്. ബൊറൂട്ടോയും ഷിക്കഡായും നേർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കയറുമ്പോൾ ഷിക്കഡായി ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഷിക്കഡായി ഭയങ്കര സീരിയസ് ആണ്. ബൊറൂട്ടോനെ ജയിക്കണം, നീ അവസരം നീ വിട്ട് കൊടുക്കരുത് എന്ന് ടെമറി പറയുന്നത് ബൊറൂട്ടോയും കേട്ടതാണ്. ഹിനാറ്റ ചിയർ ചെയ്യുന്നില്ല, നറൂട്ടോ ചിയർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഹിമവാരി നല്ല രീതിയിൽ ചിയറപ്പ് ചെയ്യുന്നുണ്ട് ബൊറൂട്ടോനെ. നിന്നെ കൊണ്ട് പറ്റും, നീ ചേട്ടാ, നീ സൂപ്പറാണ്, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹിമവാരി സൂപ്പറായിട്ട് നമ്മളെ ബൊറൂട്ടോനെ ചിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നറൂട്ടോയുടെ പ്രസൻസ് തന്നെ ബൊറൂട്ടോയ്ക്ക് ഒരു ചിയറിങ് ആണ്, മോട്ടിവേഷനാണ്. സോ ഇതുവരെ ഒരു പെർഫോമൻസിനും നറൂട്ടോ വന്നിട്ട് കൂടിയില്ല. അപ്പോൾ ഇത് തന്നെ വലിയ കാര്യമെന്ന് പറയുകയാണ് ബൊറൂട്ടോ ഇരിക്കുന്നത്. അത് തന്നെ അവന് ഭയങ്കര ഇതാണ്. അപ്പോൾ ബൊറൂട്ടോനെങ്കിൽ നല്ല രീതിയിൽ സിൻസിയറായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ട്രൂ ആയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ്റെ ഓൺ പൊട്ടൻഷ്യലാണ് ഗെയിൽ പ്ലാമൊക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്യുനായി യൂസ് ചെയ്തുള്ള ടെക്നിക്കിലൊന്നും ബൊറൂട്ടോ മുമ്പിൽ ഷിക്കഡായിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിട്ട് ഫിസിക്കൽ അറ്റാക്ക് ബൊറൂട്ടോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ടെമറി പറയുന്നുണ്ട് ഷിക്കഡായി എന്തായാലും സീരിയസ് ആയിട്ടാണ് കളിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഷിക്കഡായി ചുമ്മാ കളിക്കുകയാണെന്ന്. പക്ഷേ ഷിക്കഡായി സീരിയസ് ആണെന്ന് ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി. കാരണം അറ്റാക്ക് നല്ല ഫോഴ്സ് ആയിട്ടാണ് വരുന്നത്. അവന് തോപ്പിക്കണം എന്ന രീതിയിൽ, അതായത് ബൊറൂട്ടോനെ എങ്ങനെയാണ് തോപ്പിക്കണം എന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അതിന് മുറിവ് പറ്റിയാലും ഇല്ലെങ്കിലും എന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഗ്രേറ്റ് പ്ലാമൊക്കെ യൂസ് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്ത് ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കഡായിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷിക്കഡായി നല്ല രീതിയിൽ തെറിച്ചടിച്ച് പുറകിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ തന്നെ പിന്നെ വരുന്ന അറ്റാക്കിൽ നിന്നും ഷിക്കഡായി എസ്കേപ്പ് ആവുന്നുണ്ട്. ഷിക്കഡായിനെ ഷാഡോ പാരലൈസ് യൂസ് ചെയ്യുന്നതെന്നും മടക്കി പിടിക്കാനായിരുന്നു ബൊറൂട്ടോയുടെ പ്ലാൻ. അത് ഷിക്കഡായിക്ക് മനസ്സിലാവുകയാണ്. അതാണ് ബൊറൂട്ടോയുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയ ഷിക്കഡായി അത് യൂസ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് കറക്റ്റായിട്ടൊരു മാച്ച് മുന്നോട്ട് പോവേണ്ടത്. കറക്റ്റായിട്ടാണ് ഷിക്കഡായി അത് ചെയ്തത്. കാരണം ഒപ്പോണൻ്റ് ആരും ആയിക്കോട്ടെ ജയിച്ചാൽ മതി, അങ്ങനത്തെ രീതിയിലാണ് എല്ലാവരും ഗെയിം കളിക്കുന്നത് കേട്ടോ. ഷിക്കഡായിനെ കുറ്റം
സത്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഷിക്കഡായ്ക്ക് നല്ല അടിപൊളി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഷിക്കമാറിൻ്റെ അടുത്ത്. ആ ഷാഡോ ഒക്കെ ബെൻഡ് ചെയ്യുന്നത് കാണുമ്പോഴേ അറിയാം. ബൊറൂട്ടോ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്, നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത്ര ലിമിറ്റഡ് ഏരിയയിലല്ലേ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ ഷിക്കഡായി ചിരിക്കുകയാണ്. അതായത് ഷിക്കമാർ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയ്ക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഷാഡോ ക്ലോൺ അവൻ്റെ ജുട്സ് യൂസ് ചെയ്യാണ്, അവനെ കൊണ്ട് 4 പറ്റൂ, അവനത് ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും അത്രയും ബൊറൂട്ടോനെ പിടിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. അങ്ങനെ ഷിക്കഡായി ആണെങ്കിൽ എല്ലാത്തിനെയും പിടിക്കാൻ മാറി നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെങ്കിൽ മറ്റേ ബൊറൂട്ടോ വന്ന് പിടിക്കും 4 എണ്ണം കൂടെ. അതുകൊണ്ട് ഷിക്കഡായി ആണെങ്കിൽ പരമാവധി നോക്കുന്നുണ്ട്. ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കഡായിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഷിക്കഡായി ആലോചിക്കുന്ന ഒരു ഇതായിട്ട് നോക്കി. അപ്പോൾ ഷാഡോ ഇമിറ്റേഷൻ ഫീൽഡ് ടെക്നിക്ക് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഭയങ്കര വൈഡ് റേഞ്ചിൽ ബൊറൂട്ടോനെ നൈസായിട്ട് പിടിക്കുകയാണ്. സൂപ്പറായിട്ട് ഷിക്കഡായി അത് ചെയ്തു. ഷിക്കഡായുടെ ഹാർഡ് വർക്കും ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഇതും ഒക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ഇത് സത്യം പറഞ്ഞാൽ ഇവർ കറക്റ്റ് ബൊറൂട്ടോയുടെ വീക്ക്നെസ് ആയിട്ട് നോക്കിയിട്ടാണ് പഠിച്ചത്. അതായത് ഷിക്കഡായി പറയുന്നുണ്ട്, അതായത് 4 ഷാഡോ ക്ലോൺ ചോദിച്ചില്ലേ, അവിടെ നിന്നേ ഇത് പറയാണ്. അതായത് നമ്മളുടെ ബൊറൂട്ടോയുടെ വീക്ക്നെസ് വെച്ച് ബൊറൂട്ടോ ലാസ്റ്റ് ടെക്നിക്കായിട്ട് എടുക്കാൻ പോകുന്ന ഷാഡോ ക്ലോണാണ്. അതുവരെ പിടിക്കാനുള്ള രീതിയിലാണ് ഷിക്കമാറു പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഷിക്കമാറു കറക്റ്റ് ഷിക്കഡായിനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. നാറൂട്ടോ നോക്കുമ്പോൾ നമ്മൾ ഷിക്കമാറു പറയണം ഉറപ്പായിട്ടും കൊടുത്താണല്ലോ. ബൊറൂട്ടോയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയില്ലേ, അതുപോലെ ഷിക്കഡായിക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒരു ഗെയിമല്ലേ എന്ന രീതിയിൽ നാറൂട്ടോ പറയുമ്പോൾ അങ്ങനെയല്ലോ, ഇത് അവനൊരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന രീതിയിൽ കറക്റ്റ് ഒരു അച്ഛൻ്റെ ആ ഒരു ഇതിൽ നമ്മളുടെ ഷിക്കമാറു സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷിക്കമാറുവിന് ബൊറൂട്ടോ തോക്കണമെന്ന് തന്നെ ആഗ്രഹം. അപ്പോഴത്തേക്കും നമ്മളുടെ അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആണല്ലോ ഒരു മത്സരത്തിൽ, അങ്ങനെ തന്നെ വേണമല്ലോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ നേരെ കത്തി വെക്കുകയാണ്. അപ്പോൾ നാറൂട്ടോയ്ക്ക് ഭയങ്കര ഇത് തോന്നുകയാണ്, ഷിക്കഡായി ജയിച്ചു എന്ന രീതിയിലാവുകയാണ്. അപ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ ലാസ്റ്റ് ആ ഒരു സംഭവം കോട്ട യൂസ് ചെയ്യേ ഉള്ളു വഴി അങ്ങനെ ക്യാപ്സ്യൂൾ എടുക്കാൻ തീരുമാനിക്കുകയാണ്. അത് യൂസ് ചെയ്ത് അവനൊരു ക്ലോണിനെ കൂടെ ഉണ്ടാക്കുകയാണ്. ആ ക്ലോണിനെ വെച്ചിട്ട് നമ്മളുടെ ഷിക്കഡായിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ പോവാണ്. പക്ഷെ ആദ്യം തോന്നുന്നുണ്ട് വേണ്ടാന്ന്, പക്ഷേ പിന്നീട് ബൊറൂട്ടോയ്ക്ക് വേറെ വഴിയില്ല. അങ്ങനെ ആ ഒരു ക്ലോണിനെ എടുത്തിട്ട് ഷിക്കഡായിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷിക്കഡായി അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ഞെട്ടലിൽ ആ ഒരു ഷാഡോ അങ്ങ് പോവാണ്. ഷാഡോ ഇമിറ്റേഷൻ ടെക്നിക്ക് മാറുകയാണ്. എല്ലാ ബൊറൂട്ടോയും കൂടെ ഷിക്കഡായുടെ കഴുത്തിന് കത്തി വെക്കുകയാണ്. 5 എണ്ണം ഉണ്ട്. ഒരു ബൊറൂട്ടോ നേരെ നിൽക്കുകയാണ്, മൊത്തത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഷിക്കഡായാണെങ്കിൽ ഞാൻ സറണ്ടറായി എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോഴത്തേക്കും തീർന്നു. അപ്പം നമ്മളെ ബൊറൂട്ടോ ജയിക്കുകയാണ്. ഷിക്കമാറിന് ആകെ വിഷമമായി. നാറൂട്ടോയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും ഷിക്കമാറുവിനെ അങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ പക്ഷേ ബൊറൂട്ടോ എന്താ ചെയ്തതെന്ന് തോന്നിയെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി, ലൈക്ക് ബൊറൂട്ടോയ്ക്ക് അത്ര അധികം ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് നമ്മുടെ സാസുക്കിയാണ് ചെയ്യുന്നത്. സാസുക്കിക്ക് എന്ത് ചെയ്യണം, സാറാഡയ്ക്ക് ഷെറിങ്കനി ചെയ്യണം. അതുപോലെ ബേസിക്സ് മാത്രമേ പറഞ്ഞു കൊടുത്തോളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മുടെ സാറാഡയ്ക്ക് മുമ്പേ തന്നെ ട്രെയിനിങ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എങ്ങനെ, സാക്കുറയുടെ വഴിയിൽ നിന്ന്. ഇവിടെ നമ്മളുടെ ഷിക്കമാറു ഷിക്കഡായിക്ക് പഠിപ്പിച്ചു കൊടുത്തു. നാറൂട്ടോയ്ക്ക് സമയമില്ലായിരുന്നു ബൊറൂട്ടോയ്ക്ക് പഠിപ്പിക്കാൻ. സോ നമ്മുടെ പയ്യൻ കോട്ട് യൂസ് ചെയ്തു. അതൊരു ചീറ്റിംഗ് തന്നെയാണ്. നമ്മുടെ പയ്യൻ ഇപ്പോഴും കോട്ട് ഊരി വെക്കാം. ഇത് ഊരി വെച്ചാൽ നമ്മുടെ സെമി ഫൈനൽ വരെ എത്തി. ഫൈനലിൽ ചിലപ്പോൾ ജയിച്ചില്ല എന്നേ വരത്തുള്ളൂ കേട്ടോ. പക്ഷേ ബൊറൂട്ടോ എന്ത് ചെയ്യുമെന്നറിയാമേ, ബൊറൂട്ടോ കോട്ട് ഊരി വയ്ക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോഴാണ് ഈ സയൻറ്റിസ്റ്റ് അവിടെ വരുന്നത്. അയാൾ വന്ന് പറയാണ്, ബൊറൂട്ടോ സൂപ്പറായിട്ട് നീ ചെയ്തു, എന്നാ ഇനിയും ഒരു ഇത് വെച്ചോ, ഇത് നിനക്കിനി ആവശ്യം വരും, ഫൈനൽസിൽ നീ ഇത് യൂസ് ചെയ്യണേ, ഇത് നിന്നെക്കൊണ്ട് പറ്റാം, ഇത് ഇമ്പ്രസീവാണ്, കാരണം ഇതൊരു ടെസ്റ്റിന് വെച്ചേക്കുവായിരുന്നു. സത്യം പറഞ്ഞാൽ ഇയാൾ ബൊറൂട്ടോനെ യൂസ് ചെയ്യുവാന്നേ, ഇയാളുടെ വേണ്ടിയിട്ട്. ബൊറൂട്ടോ ഇല്ലാതെങ്കിൽ കുറച്ചധികം സ്ട്രെങ്ത് ആയിട്ട് ബൊറൂട്ടോ സ്വന്തം ഇതിൽ ഇതുവരെ ഫൈനലിലും പോയി ജയിച്ചനെ. ബൊറൂട്ടോയുടെ മുഖം കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലായി ബൊറൂട്ടോ ഇതിനി യൂസ് ചെയ്യത്തില്ല. ബൊറൂട്ടോയ്ക്ക് എന്നെ കോട്ട് അത് അത്ര ഇഷ്ടപ്പെട്ടതെന്ന്. കാരണം ബൊറൂട്ടോയ്ക്ക് ചീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. നാറൂട്ടോയുടെ മുമ്പിൽ സ്വന്തം സ്ട്രെങ്താണ് കാണിക്കേണ്ടതെന്ന് ഒരാഗ്രഹമുണ്ട്. അങ്ങനെ ബൊറൂട്ടോ അത് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നിയുകൊണ്ട് നിന്നെക്കൊണ്ട് പറ്റും, നീയാണ് ഭാവിയുടെ വോയിസ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഷിക്കഡായി ഇവിടെ ഭയങ്കര സങ്കടത്തിരിക്കുകയാണ്. സത്യം ഷിക്കഡായി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ബൊറൂട്ടോ ചീറ്റ് ചെയ്തിട്ട് ജയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനോച്ചിനും അതുപോലെ തന്നെ ചോജോയും തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ടീമേ തോറ്റു. അടുത്ത വർഷം നമുക്ക് എന്തായാലും ചുന്നിന് എക്സാം എഴുതാം, ജയിക്കാമെന്ന രീതിയിൽ ഇവർ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാണ്. അത് കേൾക്കുമ്പോൾ നമ്മളുടെ ഷിക്കഡായും ഹാപ്പി ആവുകയാണ്. എന്തായാലും ചോജോ ചിപ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്ക് പുതിയ പാക്കറ്റ് ഞാൻ പൊട്ടിക്കും എന്ന രീതിയിൽ ചോജോ പറയാണ്. ഞാൻ ഈ പാക്കറ്റ് പോയാൽ അടുത്ത പാക്കറ്റ് പൊട്ടിക്കും, അതായത് അടുത്ത വർഷത്തേക്ക് ഞാൻ ഇപ്പോഴേ ട്രെയിനിങ് തുടങ്ങുന്ന രീതിയിൽ ആണ് ആ ഡയലോഗ് പറയുന്നത്. പക്ഷേ ഷിക്കഡായി വിചാരിക്കുന്നത് അടുത്ത് പിന്നെ തിന്നുന്ന കാലം പറയുന്നു എന്നാണ്. അങ്ങനെ അവർ കളിയാക്കാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.